വളരെ സങ്കടകരമായൊരു കഥയാണ് ഇന്ന് പറയുന്നത്. ഇതുപോലെ ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ. നമ്മൾ അന്യനാട്ടിലേക്ക് കുടിയേറുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് കുടിയേറുന്നത്. അവിടെ എത്തി നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തണം, കുടുംബവും സുഹൃത്തുക്കളുമൊക്കെയായി ആനന്ദിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് എല്ലാവരും കുടിയേറുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ അതിനെതിരെ നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു അനുഭവമാണ് ഇന്ത്യൻ വംശജനായ പ്രശാന്തിന് നേരിട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിലേക്ക് കുടിയേറുമ്പോൾ ഈ രാജ്യം തന്നെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള വിശ്വാസത്തോടെയാണ് അദ്ദേഹം കുടിയേറിയത്. പ്രശാന്തിനും ഭാര്യയ്ക്കും 3 കുട്ടികളാണ്. ഇരുവരും അക്കൗണ്ടൻസ് ആണ്. കുട്ടികളെ നോക്കേണ്ടതിനാൽ ഭാര്യ ജോലിക്ക് പോയിരുന്നില്ല. പ്രശാന്തായിരുന്നു കുടുംബം നോക്കിയിരുന്നത്. എന്നത്തെയും രാവിലെ പോലെ കുട്ടികളും ഭാര്യയും കുടുംബാംഗങ്ങളുമൊക്കെ ഒത്ത് ചായ കുടിച്ചതിന് ശേഷം അദ്ദേഹം ജോലിക്ക് പോവുകയാണ്. എന്നത്തെയും പോലെ ഓഫീസിലെത്തി അദ്ദേഹം ജോലി തുടങ്ങിയാണ്. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിന് അസഹ്യമായ നെഞ്ചുവേദന വരികയാണ്. ഉടൻ തന്നെ അദ്ദേഹം ഭാര്യയെ വിളിച്ച് കാര്യം പറയുന്നു. അതിനുശേഷം ഓഫീസിലുള്ള ഒരു വ്യക്തിയുടെ സഹായത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ ഹോസ്പിറ്റലിലെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കണം. കാനഡയിൽ 3 തരത്തിലുള്ള ഹെൽത്ത് കെയർ ആണ് ഉള്ളത്. ഉദാഹരണത്തിന് എനിക്ക് സ്വന്തമായി ഒരു ഫാമിലി ഡോക്ടറുണ്ട്. പിന്നുള്ളത് വോക്ക് ഇൻ ക്ലിനിക്കുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിനിക്കിൽ പോകാം, ഡോക്ടറെ കാണാം. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. കുറേ അധികം സമയം കാത്തിരിക്കണം. ചെന്നാൽ ഉടനെ ഒന്നും കാണാൻ സാധിക്കില്ല. മാത്രമല്ല, എമർജൻസി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ക്ലിനിക്കിലേക്കോ ഫാമിലി ഫിസിഷ്യനെയൊന്നും പോയി കാണാൻ സാധിക്കുകയുമില്ല. അതിന് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പോകണം. പക്ഷേ അവിടെയാണ് കാനഡ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. കാനഡയിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഫാമിലി ഡോക്ടേഴ്സ് ഇല്ല. കാരണം ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ വോക്ക് ഇൻ ക്ലിനിക്കുകളുടെ എണ്ണവും വളരെ കുറവാണ്. ചില നഗരങ്ങളിലൊക്കെ വിരലിൽ എണ്ണാവുന്ന ക്ലിനിക്കുകളേ ഉള്ളൂ. മറ്റു ചില നഗരങ്ങളിൽ ഇതുപോലെയുള്ള വോക്ക് ഇൻ ക്ലിനിക്കുകൾ ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫാമിലി ഡോക്ടറും വോക്ക് ഇൻ ക്ലിനിക്കും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പലരും പോകുന്നത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പോൾ എന്താണ് പ്രശ്നം? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങളുള്ളവരും സാധാരണ പനിയും തലവേദനയും ഉള്ളവരും ഒക്കെ ചെല്ലും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ക്രീനിങ് സിസ്റ്റത്തിലൂടെയാണ് രോഗികളെ ചികിത്സയ്ക്കായി അകത്തേക്ക് കടത്തിവിടുന്നത്. അതിനെയാണ് ട്രിയാഷ് എന്ന് പറയുന്നത്. ആ സംവിധാനത്തിലൂടെ മാത്രമേ ചികിത്സ ലഭിക്കുകയുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ആംബുലൻസ് പിടിച്ചു പോയാലും അതേ സാഹചര്യം തന്നെയാണ്. അങ്ങനെ സുഹൃത്തിന്റെ സഹായത്താൽ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. പല ഹോസ്പിറ്റലിലും അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് സെക്യൂരിറ്റി സ്റ്റാഫിന്റെ ഡെസ്കാണ്. അതിന്റെ തൊട്ടടുത്തായിട്ടായിരിക്കും നഴ്സുമാർ ഇരിക്കുന്നത്. നമുക്ക് കയറി ചെല്ലുമ്പോഴേ കാണാം ആൾക്കാരിങ്ങനെ അക്ഷമരായി ഇരിക്കുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം ട്രിയാഷ് നഴ്സിന്റെ ഡെസ്കിലെത്തുകയാണ്. അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് നമ്മളെ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിന്റെ യഥാർത്ഥ പേര് CTAs എന്നാണ്. 1 മുതൽ 5 മാർക്ക് വരെയാണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അവർ നടത്തുന്ന ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലും നമ്മൾ പറയുന്ന രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ മാർക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ പോയി നേഴ്സിനെ കണ്ട് ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വെയിറ്റിംഗ് റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ നേഴ്സിന്റെ മുന്നിലിരുന്ന് ഇദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് സഹിക്കാനാവാത്ത നെഞ്ചുവേദനയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും ഇവർ നമ്മളോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് വേദന 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ എത്രയാണ്? ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ 7 എന്ന് പറയും, 8 എന്ന് പറയും, 10 എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത് പ്രകാരം ഇദ്ദേഹം 15 എന്നാണ് പറഞ്ഞത്. കാരണം അത്രമാത്രം വേദനയാണ്. 10ൽ കൂടുതലാണ് 15. അദ്ദേഹത്തിൻ്റെ വേദനയുടെ അളവ് അവരെ മനസ്സിലാക്കാനായാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം നേഴ്സ് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുകയാണ്. കുടുംബം പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ 210 എന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ECG എടുക്കുന്നുണ്ട്, ബ്ലഡ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ സംഭവിച്ചത് ഇതാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ വെയിറ്റിംഗ് റൂമിൽ പോയി വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ വലിയ അസുഖങ്ങളൊന്നുമില്ല. അദ്ദേഹം പറയുകയാണ്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നേഴ്സ് പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം നിങ്ങൾക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഇദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. ഭാര്യ പോയി ഹോസ്പിറ്റൽ സ്റ്റാഫിനോട് വീണ്ടും ചോദിക്കുകയാണ്,
എപ്പോഴാണ് നിങ്ങൾ ഇദ്ദേഹത്തെ അകത്തേക്ക് കയറ്റുന്നത്? ഇദ്ദേഹത്തിന് നെഞ്ചുവേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇങ്ങനെ? എന്താണ് ഇത്രയും താമസം? ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് ഏകദേശം 3-3.5 മണിക്കൂറായി. നിങ്ങൾ എന്താണ് താമസിപ്പിക്കുന്നത്? അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് എന്നാണ് ഭാര്യ പറയുന്നത്. ഇദ്ദേഹം വന്നിട്ട് 3 മണിക്കൂറായതേ ഉള്ളൂ. ഇവിടെ മനുഷ്യർ 10-11 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് സമയമായിട്ടില്ല. നിങ്ങൾ അവിടെ പോയി കാത്തിരിക്കൂ. നിങ്ങൾ ഓർക്കണം, എമർജൻസി ഡിപ്പാർട്ട്മെൻ്റാണ്. ഒരു മനുഷ്യൻ വേദനയെടുത്ത് പൊളയുകയാണ്. ആ സമയത്ത് ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് അവർ തീരുമാനിക്കുന്നു. അദ്ദേഹത്തെ വെയിറ്റിംഗ് റൂമിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ ട്രിയാഷ് സംവിധാനത്തിൻ്റെ പ്രശ്നം. 100% പെർഫെക്റ്റായി ആർക്കും ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചാണ് ഇവർ ഡയഗ്നോസ് ചെയ്യുന്നത്. ഈ ECGയും ബ്ലഡ് പ്രഷറും ഈ പേഷ്യൻസിൻ്റെ വേദന എന്ന് പേഷ്യൻസ് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ എത്രമാത്രം ഇവരെ ഗവനിക്കുന്നുവെന്ന് നമുക്കറിയില്ല. മാത്രമല്ല, ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുകയാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, നഴ്സുമാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവരും വളരെ വലിയ പ്രഷറിലാണ്. ഇവർക്ക് ഈ സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളില്ല എന്നാണ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും വാദം. എന്താണെങ്കിലും ഈ മനുഷ്യൻ വേദന സഹിച്ച് തന്നെ അകത്തേക്ക് കയറ്റിവിടുമെന്ന് കെഞ്ചി ആ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പല പ്രാവശ്യം പോയി കെഞ്ചി പറയുന്നുണ്ട്, പിന്നീട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് വേദന കൂടുതലാണ്, എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറ്റി ചികിത്സ നൽകൂ എന്ന് ഈ ഭാര്യ രോഷത്തോടെ അവരോട് പറയുകയാണ്. ആ സമയത്ത് ഹോസ്പിറ്റൽ സ്റ്റാഫ് പറഞ്ഞത് നിങ്ങൾ വളരെ റൂഡായി സംസാരിക്കുന്നു എന്നാണ് പിന്നീട് ഈ സ്ത്രീ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത്. ആ സമയത്ത് പ്രശാന്ത് ഇരുന്ന സ്ഥലത്തിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് അനങ്ങാൻ പോലും വയ്യ, വളരെ വലിയ വേദനയാണ്. അവസാനം 8 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തെ വിളിക്കുന്നു. അവർ അകത്തേക്ക് പോയി ആ ബെഡിൽ കിടക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒന്ന് എണീറ്റ് നിൽക്കുന്നു. ആ സമയം അദ്ദേഹം താഴേക്ക് വീഴുകയാണ്. അവസാനമായി ഭാര്യയുടെ പേര് വിളിച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ്. നിങ്ങൾ ഓർക്കണം, കാനഡ പോലൊരു വികസിത രാജ്യത്ത് ഒരു മനുഷ്യൻ തൻ്റെ ജീവന് വേണ്ടി ഹോസ്പിറ്റലിലെത്തി 8 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കൺമുമ്പിൽ. അദ്ദേഹത്തിന് സമയത്തിന് ചികിത്സ കൊടുക്കാൻ ഇവിടെയുള്ള സർക്കാരുകൾക്കും സിസ്റ്റത്തിനും സാധിക്കുന്നില്ല. ഞാൻ ആരോഗ്യ സംവിധാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്, അതും ഉയർന്ന നിലയിൽ തന്നെ. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം, ഇവിടെ പണമല്ല പ്രശ്നം. എത്രയോ ലക്ഷക്കണക്കിന് ഡോളറാണ് മിസ്മാനേജ്മെൻറ്റ് ചെയ്ത് കളയുന്നത്. ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തത് ഇവരുടെ പിടിപ്പുകേട് കൊണ്ടും ഇവിടെയുള്ള സംവിധാനങ്ങളിലെ അപാകതയുമാണ്. 100 കണക്കിന് ഡോക്ടർമാരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് കാനഡയിൽ ടാക്സി ഓടിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം ഇവിടുത്തെ സംവിധാനങ്ങൾ അവർക്ക് ലൈസൻസുകൾ കൊടുക്കുന്നില്ല. ഈ ലൈസൻസുകൾ കൊടുക്കുന്ന സംവിധാനത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ ഞാൻ കുറേ കാലം ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് ഈ സിസ്റ്റം എന്ന്. ഒരുപാട് റിവ്യൂകളുണ്ട്, പല ഹെൽത്ത് അതോറിറ്റികളുണ്ട്. അങ്ങനെ ഒരു നൂലാമാലകൾ നിറഞ്ഞൊരു സിസ്റ്റമാണ്. ഇതൊക്കെ പുനർനിർമ്മിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇവരൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റു പലതിനുമാണ്. നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിലെത്തിയാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ചികിത്സ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഒന്നും പിഴവ് കൊണ്ട് ഒരിക്കലും ഒരു ജീവനും പോകരുത്. അതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ എന്തുകൊണ്ടോ വർഷങ്ങളായി ഈ സിസ്റ്റം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയുള്ള ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ പരിഷ്കരിക്കാതെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ കാനഡയിലേക്ക് കൊണ്ടുവന്നത്. അതായത് നിങ്ങൾക്ക് 10 മുറിയുള്ളൊരു വീടുണ്ടെങ്കിൽ അവിടെ 200 പേരെ താമസിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? ആ സാഹചര്യമാണ് ഇന്ന് ഈ കാനഡയിൽ. ഇവർ പണത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. ഇമിഗ്രൻസ് വരുമ്പോൾ പണം കൊണ്ടുവരും. ഈ സ്ത്രീ പിന്നീട് കനേഡിയൻ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാനും എൻ്റെ ഭർത്താവും കനേഡിയൻ സിറ്റിസൻസ് ആണ്. ഞങ്ങൾ വർഷങ്ങളായി ടാക്സ് അടച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ എൻ്റെ ഭർത്താവിനൊരാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കിട്ടിയില്ല. പിന്നെ എന്തിന് ഞാൻ ടാക്സ് അടയ്ക്കണം എന്നാണ് അവർ ചോദിച്ചത്. പലർക്കും ഒരു ധാരണയുണ്ട് കാനഡയിലെ ഹെൽത്ത് കെയർ സംവിധാനങ്ങളൊക്കെ ഫ്രീ ആണ് എന്ന്. ശുദ്ധമണ്ടത്തരമാണ്. നമ്മൾ ഓരോ മാസവും വർഷവും അടയ്ക്കുന്ന ടാക്സിൻ്റെ ഒരു വിഹിതം ഹെൽത്ത് കെയർ സ്പെൻഡിങ്ങിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ അടയ്ക്കുന്ന ടാക്സിൻ്റെ 10% പോലും അയാൾക്ക് തിരിച്ചു ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് 1-2 സംഭവമല്ല. ഇതുപോലെ പല സംഭവങ്ങൾ എമർജൻസി റൂമിൽ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ ലിസ്റ്റ് തന്നെയുണ്ട്. ഇതുപോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പ്രശ്നത്തെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഞാനൊരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നെഞ്ചുവേദന വരികയാണ്.
ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ട്രിയാഷ് സംവിധാനത്തിലൂടെ നഴ്സിനെ കാണുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം എന്നോട് പറയുകയാണ് അവിടെ വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കുക. അവിടെ ഇരുന്ന് 13 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഡോക്ടറിനെ കാണാൻ സാധിച്ചത്. എൻ്റെ ECG എടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അവർ പറയുകയാണ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്കപ്പ് ഒക്കെ ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം കണ്ടെത്തും. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. എനിക്ക് ഈ ഫാമിലി ഡോക്ടറിനെ പോയി കാണണം. അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് 4 ആഴ്ചയ്ക്ക് ശേഷമാണ്. 4 ആഴ്ച കാത്തിരിക്കുന്നു. പിന്നീട് ക്ലിനിക്കിലേക്ക് പോകുന്നു, ഡോക്ടറെ പോയി കാണുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ എമർജൻസി പോയി, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അദ്ദേഹം പറയുകയാണ് നിങ്ങളെ കണ്ടിട്ട് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് 35 വയസ്സിൽ താഴെയാണ്, ഇപ്പോൾ ടെസ്റ്റുകളൊന്നും നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല, നിങ്ങൾ പോയിക്കോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, എനിക്ക് ബ്ലഡ് വർക്ക് എഴുതി തരണം, എഴുതി തരാതെ ഞാൻ പോയില്ല, കാരണം ചില ഫാമിലി ഹിസ്റ്ററികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നിസാരമായി കാണാൻ എനിക്ക് സാധിക്കില്ല. അദ്ദേഹം പറയുന്നു അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യമേ ഇല്ല, എഴുതി തരാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തോട് ചൂടാകേണ്ടി വന്നു. പല നിയമങ്ങളും എടുത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇടേണ്ടി വന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ഇന്ത്യൻ വംശജനാണ്, ഇവിടെ നിങ്ങൾ വെള്ളക്കാരെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് 40 വയസ്സിന് ശേഷമായിരിക്കാം. ഒരു ഇന്ത്യക്കാരൻ്റെ ജീവിത രീതിയും ജീവിത സാഹചര്യവും ഒക്കെ വ്യത്യസ്തമാണ്. ഒരു 30 വയസ്സ് മുതൽ ഇന്ത്യക്കാരായ ജനങ്ങൾ അവരുടെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ പരിശോധിക്കാൻ തുടങ്ങണമെന്നുള്ള പഠനങ്ങളുണ്ട്. മാത്രമല്ല ഗതികേട് കൊണ്ട് ജീവിക്കാനായി ഈ രാജ്യത്തേക്ക് കുടിയേറിയതാണ്. ഇവിടുത്തെ കാലാവസ്ഥയും തണുപ്പുമൊന്നും എനിക്ക് പറ്റിയതല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ശരി, ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതി തരാം. അതായത് നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നീതി ഇവിടെയും ലഭിക്കുകയുള്ളൂ. പക്ഷേ പിന്നീട് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ ഡോക്ടർമാർക്ക് ടെസ്റ്റ് എഴുതി തരാൻ എന്താണ് ഇത്ര വൈക്ലഭ്യം എന്ന് മനസ്സിലാകുന്നത്. ഓരോ ടെസ്റ്റിനും സർക്കാരാണ് പണം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് ടെസ്റ്റ് എഴുതി തരാൻ വളരെ വലിയ മടിയാണ്. കാരണം ഹെൽത്ത് കെയർ ബഡ്ജറ്റിനെ അത് ബാധിക്കും. ഇവരെല്ലാവർക്കും ടെസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പണം സർക്കാർ ഈ ടെസ്റ്റുകൾക്ക് കൊടുക്കണം. അതുകൊണ്ട് തന്നെ പരമാവധി ടെസ്റ്റുകൾ ഒഴിവാക്കിയാണ് ഡോക്ടർമാർ ചെയ്യുന്നത്. അതൊരു കീഴ്വഴക്കമാണ്. അങ്ങനെ ഡോക്ടറെ നിയമം പഠിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് ടെസ്റ്റ് എഴുതി തരുന്നത്. പിന്നെ ഞാൻ ടെസ്റ്റിന് പോകുന്നുണ്ട്. 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. ആ റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ അന്തം പെടുന്നത്. എൻ്റെ കൊളസ്ട്രോൾ ലെവൽ 7.5, വളരെ ഹൈ കൊളസ്ട്രോളാണ്. അതറിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി, ഭക്ഷണ രീതിയിലും വ്യായാമത്തിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. പക്ഷേ അന്ന് ആ ഡോക്ടർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് ടെസ്റ്റ് ചോദിച്ചു വാങ്ങാതെ ഞാൻ തിരികെ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ എൻ്റെ കൊളസ്ട്രോൾ ലെവൽ എത്രയാണെന്ന് ഞാൻ അറിയില്ല. ഇതാണ് മറ്റൊരു പ്രശ്നം. ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണം നടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. ബഡ്ജറ്റില്ല, ഡോക്ടർമാരില്ല, പണമില്ല എന്നീ ന്യായങ്ങൾ പറഞ്ഞ് ഈ ജനങ്ങൾക്ക് വേണ്ട ഹെൽത്ത് കെയർ സർവീസുകൾ ലഭ്യമാകുന്നില്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് മലയാളികളായ എല്ലാവരും അറിയുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് വേണ്ട ടെസ്റ്റുകൾ ചോദിച്ചു വാങ്ങുക. നാട്ടിലാണെങ്കിൽ ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള കഴിവുള്ള ഡോക്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെയാണ് സത്യാവസ്ഥ. വിദേശ രാജ്യങ്ങളെല്ലാം സ്വർഗമാണെന്ന് കരുതുന്നത് വെറും വിഡ്ഢിത്തമാണ്. ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അതൊക്കെ മാറി ഈ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്ന കുറേ മമ്പന്മാരുണ്ട്. നട്ടല്ലില്ലാത്ത, പ്രതികരണശേഷിയില്ലാത്ത, എന്തിനേയും രാഷ്ട്രീയവും മതവും വർഗവും ജാതിയും വെച്ച് ന്യായീകരിക്കുന്ന കുറേ മനുഷ്യർ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ടിക്കറ്റ് എടുത്ത് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോവുക, അവിടെ ചെന്നൊന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ചികടത്ത് അടി കിട്ടും. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.